ഞാൻ ഏറ്റവും ഭയപ്പാടോട് കൂടിയിട്ട് ഒരു രോഗചികിത്സക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞിട്ട് ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. കാരണം ഞാൻ ഇപ്പോൾ ഉള്ളത് ഏറ്റവും ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന ഡോക്ടർ കുഞ്ഞാലി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാളായിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കാണുമ്പോൾ എല്ലാ രോഗികളുടെ മുഖത്തും സാധാരണ ഏത് ആശുപത്രിയിലും ഒരു സങ്കടക്കടലായിരിക്കും. പക്ഷെ സാറിനെ കാണാൻ വരുന്നവരുടെ മുഖത്തൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മളെ ഇവിടുന്ന് പറഞ്ഞയക്കണത്. കാരണം നമ്മളെ ഈ ഒരു രോഗം വരുമ്പോൾ എല്ലാവരും വല്ലാതെ പേടിപ്പിച്ചിരുന്നു. കാരണം ആ ഒരു പേടി എല്ലാവരുടെ മുഖത്തും ഞാൻ കാണിയത്. പക്ഷെ ഇപ്പം ഞാൻ 10 ദിവസം നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു. ഈ രോഗമുള്ള ബൈപ്പാസ് കഴിഞ്ഞവർ വന്നു, ആൻറ്റിയോപ്ലാസ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കഴിഞ്ഞു പോകുന്ന ആ ഒരു സന്തോഷം ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര സന്തോഷത്തിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഒരു അവസരം തന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു കത്തി വെക്കാതെ ഈ രോഗം നമുക്ക് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റം വന്നതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇനി ചെക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. എന്നാണെങ്കിലും സാറിൻ്റെ ഒരു ചുരുക്ക വിവരണം ഇതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പ്രാക്ടീസ് ആരംഭിച്ചിട്ട് 52 കൊല്ലം കഴിഞ്ഞു ഹൃദ്രോഗികളെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ആദ്യ കാലഘട്ടത്തിൽ ഞാൻ എല്ലാ രോഗികളെയും ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം ബൈപ്പാസിനും ആൻജിയോപ്ലാസ്റ്റിക്കും ഒക്കെ അയക്കുമായിരുന്നു. പക്ഷെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട്സ് നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു 1000-ഓളം രോഗികളടുത്ത് പറയും നിങ്ങൾക്ക് ബൈപ്പാസ് ഇല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന്. പകുതി പേര് അപ്പം തന്നെ പോവും. പകുതി പേര് പറയും സാറ് എൻ്റെ അടുത്ത് പണമില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഭയമാണ്, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, സാർ എന്തെങ്കിലും എഴുതി തന്നാൽ മതി, ഞാൻ അതുപോലെ ഇരുന്നോളാം, അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓപ്പറേഷൻ അയച്ചതിൽ ഭൂരിപക്ഷ ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. ഈ എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ സാർ എഴുതി തന്നാൽ മതി, ഞാൻ കഴിച്ചിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞതിൽ ഭൂരിപക്ഷ ആളുകളും ജീവിച്ചിരിപ്പുണ്ട്. അന്നാണ് ഞാൻ എൻ്റെ കോഴ്സ് ഒന്ന് മാറ്റിയത്. അന്ന് മുതൽ ഞാൻ ആരെയും ഓപ്പറേഷൻ അയക്കാറില്ല. അയക്കും, നമ്മളെ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യും. ആൻജിയോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്യാറുണ്ട്, ബൈപ്പാസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ചികിത്സാ രീതികൾ പരാജയപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ. അപ്പം ആദ്യ കാലഘട്ടത്തിൽ 100% ആളുകൾക്ക് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ 2-3% ആളുകൾക്ക് മാത്രമേ പറയേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ല, മറ്റുള്ളവർക്കൊന്നും ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കോഴ്സ് മാറ്റി. ഇപ്പം ഞാൻ എല്ലാ രോഗികൾക്കും ഓപ്റ്റിമൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ, ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ, വ്യായാമം, യോഗ, റിലാക്സേഷൻ, ഇതിനു പുറമെ കൃത്യമായിട്ടുള്ള ഡോസിലുള്ള മരുന്നുകൾ, ഇത് കൊടുത്തിട്ട് രോഗിക്ക് വേണ്ടത്ര അസുഖം മാറിയില്ലെങ്കിൽ മാത്രം ഓപ്പറേഷൻ മതി എന്നാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ്. ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന കാലത്ത്, അത് 1972 മുതൽ 82 വരെ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു, 10 കൊല്ലം. ആ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന കാലത്ത് ഒരു കൂട്ടം രോഗികളെ കാണാറുണ്ടായിരുന്നു. രോഗികൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്, പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ അല്ലാതെ വേറെ നിവൃത്തിയില്ല. അവർക്കാണെങ്കിൽ ഓപ്പറേഷൻ പോകാൻ യാതൊരു മാർഗവും അവരുടെ കയ്യിൽ ഇല്ല. അങ്ങനെയുള്ളൊരു കൂട്ടം രോഗികൾ. അപ്പൊ അവര് ദിവസവും നമ്മൾ റൗണ്ട്സിന് പോകുമ്പോൾ അവര് നമ്മളടുത്ത് നിസ്സഹായരായി മരണവും മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ കാലത്ത് എനിക്കും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള യാതൊരു മാർഗവും എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് ഈ നമ്മളെ പുതിയ ചികിത്സാ രീതിയിലോട്ട് മുന്നോട്ട് വന്നത്. ഇപ്പൊ അങ്ങനെയുള്ള എല്ലാ രോഗികളെയും എനിക്ക് തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി. കാരണം അന്ന് അവര് എൻ്റെ അടുത്ത് വരുമ്പോ ഇങ്ങനെ കൈയും പിടിച്ച് അനങ്ങാതെ നടന്നു പോയാൽ ആട്ട് വീണ് പോയിട്ട് പൊട്ടിപ്പോവോ എന്നുള്ളൊരു രൂപത്തിലുണ്ടായിരുന്ന ആളുകൾ ഇന്ന് നമ്മളടുത്ത് വന്ന് തിരിച്ചു പോകുമ്പോ അരമണിക്കൂർ ഓടിയിട്ടാ പോകുന്നത്. ആ ഭയമൊക്കെ മറന്നിട്ട് ഇതൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സന്തോഷമായിട്ടുള്ളൊരു ഇതാണ്. ഞാൻ MBBS പഠിക്കുമ്പോൾ
MD പഠിക്കുമ്പോൾ DMന് പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രൊഫസർമാർ എന്നെ പഠിപ്പിച്ചു, രക്തക്കുഴലുകൾ ഒന്ന് അടഞ്ഞു പോയാൽ തുറന്നു കിട്ടാനുള്ള യാതൊരു മാർഗവുമില്ല, ഓപ്പറേഷൻ ഇല്ലാതെ വേറൊരു മാർഗവുമില്ല എന്നാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ അത് അന്ന് വിശ്വസിച്ചിരുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു രോഗത്തിന് കാരണമുണ്ടെങ്കിൽ ആ കാരണത്തിനെ മാറ്റിയെടുത്താൽ അപ്പോൾ ഈ ബ്ലോക്ക് വന്ന് നീക്കണി. അങ്ങനെ ഒരു ചിന്ത എനിക്ക് ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിറ്ററേച്ചർ സെർച്ചിൽ നമുക്കൊരു ന്യൂ ഐഡിയ നമ്മൾ കിട്ടിയത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം മഹായുദ്ധകാലത്ത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് 1914-18 കാലഘട്ടത്തിലാണല്ലോ. അപ്പൊ 100 കൊല്ലം കഴിഞ്ഞ ആ കാലത്ത് യുദ്ധത്തിൽ പോയ ആളുകൾ വെടികൊണ്ട് മരണമടയുന്നു തീർച്ചയല്ലേ. അങ്ങനെയുള്ള ആളുകൾ മരണമടഞ്ഞു. അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മിക്ക ആളുകൾക്കും 2-3 ബ്ലോക്കുകൾ ഹാർട്ടിലോട്ട് പോകുന്ന രക്തക്കുഴൽ ഉണ്ടായിരുന്നു. പക്ഷെ യുദ്ധത്തിൽ പോയാൽ എല്ലാവരും മരണമടയില്ല, ചിലര് പിടിക്കപ്പെടും. അപ്പൊ അവർ ജയിലിലാവും വാർ ഇതായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാലത്ത് അവർക്ക് വേണ്ടതുപോലെ ഭക്ഷണം കിട്ടൂല. യുദ്ധകാലത്ത് ജയിലിലായവർക്ക് ഭക്ഷണം കിട്ടൂല, അവരെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിക്കും. നിങ്ങൾ ഇപ്പോൾ ഹിറ്റ്ലറിന് ആഷ്വിറ്റ്സ് ക്യാമ്പുണ്ട് പോളണ്ടിലെ ബോർഡറിൽ. അവിടെ പോയാൽ അവിടെ നിങ്ങൾക്ക് പടങ്ങൾ കാണാം അവിടുത്തെ മ്യൂസിയത്തിൽ. ഇപ്പൊ അത് മ്യൂസിയമാണ്. ആ മ്യൂസിയത്തില് അവിടെ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന രൂപവും 6 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന രൂപത്തിന്റെ പടങ്ങൾ കാണാം. ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല ആരോഗ്യമുള്ള ആളുകൾ അവിടെ വന്നിട്ട് 6 മാസം കഴിയുമ്പോൾ എല്ലും തോലും ആവുന്നത് കാണാം അവരുടെ പടത്തിൽ. 20-30 കിലോ തൂക്കം കുറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ കോളറയും ടൈഫോയിഡും കൊണ്ട് മരണമടഞ്ഞു. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവർക്കാരും ബ്ലോക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. ഡയറക്റ്റ് എവിഡൻസ് ഇല്ല, ഇൻഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കുറച്ച് വ്യായാമം ചെയ്ത് തൂക്കം കുറഞ്ഞാൽ അടഞ്ഞു പോയ രക്തക്കുഴൽ തുറന്നു കിട്ടും എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് 100 കൊല്ലത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് ഉണ്ടെങ്കിൽ പോലും നമ്മളെ പ്രൊഫസർമാർ ഞങ്ങളെ പഠിപ്പിച്ചത് തുറന്നു കിട്ടൂല. അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഡയറക്റ്റ് എവിഡൻസാണ്.